ഹായ്, സഹദേവ് മാഷാണേ. ജിയോമെട്രിക്കൽ പാറ്റേൺസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. A4 പേപ്പറിൽ വരയ്ക്കാൻ പറ്റുന്ന രസകരമായ ഒരു എസ്, പല ലെയറിലായി കിടക്കുന്ന എസ്, ഇതെങ്ങനെ വരച്ചെടുക്കുക എന്നുള്ളതാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ കൃത്യമായി വൃത്തഭാഗം തന്നെയാണ് നമ്മൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു A4 പേപ്പറിൻ്റെ മധ്യഭാഗത്തുകൂടി നമ്മളൊരു വര വരച്ചിട്ടുണ്ട്. 10 സെൻറ്റിമീറ്റർ വീതിയിൽ പെൻസിൽ കൊണ്ട് ലൈറ്റായിട്ടൊരു വര വരച്ചിട്ടുണ്ട്. പിന്നീട് ഓരോ സെൻറ്റിമീറ്ററിനെ മാർക്ക് ചെയ്യുകയാണ്. ഓരോ സെൻറ്റിമീറ്ററിന് കൃത്യമായ അളവിൽ പോയിൻ്റ് ഇടുക. അപ്പോൾ അങ്ങനെ ഒരു 18 പോയിൻ്റ് ആ രൂപത്തിൽ താഴേക്ക് ഇടേണ്ടതുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇടണം എന്നില്ല, ആ പോയിൻ്റിലേക്ക് അങ്ങ് വരും. ഇപ്പോൾ എണ്ണീറ്റ് 9ാമത്തെ പോയിൻ്റ് റൗണ്ട് ചെയ്യുകയാണ്. 9ാമത്തെ. ഇനി അവിടുന്ന് ആ 9ാമത്തെ പോയിൻ്റിൽ കൃത്യമായിട്ട് ലംബം കിട്ടണം. 90 ഡിഗ്രി കണക്കാക്കി പ്രൊട്രാക്ടർ വെച്ചതിന് ശേഷം നേർവര വരയ്ക്കുകയാണ്. യെസ്. അപ്പോൾ കൃത്യമായി 90 ഡിഗ്രിയിലേക്ക് തന്നെയാണ് പോയത്. അപ്പോൾ ആ ലെഫ്റ്റ് സൈഡ് എണ്ണി നോക്കിയാൽ 8 എണ്ണം ഉണ്ടാവും. അപ്പോൾ റൈറ്റ് സൈഡിലും 8 എണ്ണം വേണം. അപ്പോൾ അവിടെ ആ 9ാമത്തേതിൽ നിന്നാണ് നമ്മളിങ്ങോട്ട് ലംബം വരക്കേണ്ടത്. തിരിച്ചാണ്. യെസ്. അപ്പോൾ 90 ഡിഗ്രി അടയാളപ്പെടുത്തി നേരത്തെ പോലെ എതിർവശത്തേക്ക് ലംബം വരക്കുകയാണ്. യെസ്. ഇനി ആ 2 പോയിൻ്റ് കൂടെ യോജിപ്പിച്ചാൽ ഇപ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ്, സ്കെച്ച് ഉണ്ടെങ്കിൽ സ്കെച്ച് പെന്ന് കൊണ്ടാണ് ചെയ്യേണ്ടത്. തുടക്കത്തിൽ സംശയം ഉണ്ടെങ്കിൽ പെൻസിൽ കൊണ്ട് ചെയ്തതിന് ശേഷം പിന്നീട് സ്കെച്ച് പെന്ന് ഉപയോഗിച്ചും ചെയ്യാം. ഇതാണ് ആ വൃത്ത കേന്ദ്രമായിട്ട് എടുക്കുന്നത്. എന്നിട്ട് 8 സെൻറ്റിമീറ്റർ വികസിപ്പിച്ചാൽ നമ്മൾ അവസാനത്തെ ആ പോയിൻ്റിലാണ് എത്തുക. ഇതാ ശരിക്ക് 3/4 ഭാഗം വൃത്താണ്. 3/4 സർക്കിളാണ് ആ വരച്ചത്. ഇനി അവിടെ നോക്ക്, റേഡിയസ് ചുരുക്കി 1 സെൻറ്റിമീറ്ററിലേക്ക് ചുരുക്കി. എന്നിട്ട് അവിടെയും ഒരു 3/4 ഭാഗം വൃത്തം കണ്ടല്ലോ. അപ്പോൾ ഒന്ന് മാക്സിമം വലുതും ഒന്ന് മാക്സിമം ചെറുതുമാണ്. ഇനി 2ാമത്തേലേക്ക് വരികയാണ്. അപ്പോൾ 7ാമത്തെ പോയിൻ്റ്, 7 സെൻറ്റിമീറ്റർ റേഡിയസിലെടുത്താൽ 7ാമത്തെ പോയിൻ്റിലാണല്ലോ കിട്ടുക. യെസ്. അവിടെയും നമ്മൾ വൃത്തഭാഗം വരയ്ക്കുകയാണ്. ഇനി വലുതെല്ലാം ഒന്നിച്ച് വരച്ച് ചെറുതാക്കി എടുക്കുക. അതായിരിക്കും എളുപ്പം. ആദ്യത്തെ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ഒന്ന് ഏറ്റവും വലുതും ഒന്ന് ഏറ്റവും ചെറുതും, ഇല്ലെങ്കിൽ ഡിസൈൻ തെറ്റിപ്പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ സെൻറ്റിമീറ്റർ ഇങ്ങനെ കുറച്ച് റേഡിയസ് എടുത്തുകൊണ്ട് വൃത്തഭാഗം വരയ്ക്കുകയാണ്. ഞാനിപ്പോൾ കോമ്പസിൽ ഇട്ടിരിക്കുന്നത് സ്കെച്ച് പെന്നാണ്, ബ്ലാക്ക് സ്കെച്ച് പെന്നാണ്. കുറച്ച് കട്ടി തന്നെ വര കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇത് അവസാനത്തെ 1 സെൻറ്റിമീറ്ററും വരച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഭാഗം അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇവിടുന്ന് ഒന്ന് നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ട്, 2 സെൻറ്റിമീറ്ററിലേക്ക് വികസിപ്പിച്ചാൽ അതിൻ്റെ തുടർച്ചയായാണ് വരിക. കേട്ടോ. യെസ്. ആ ലൈന് വരെ മാത്രമേ വരയ്ക്കുന്നുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല. ഇനി 3 സെൻറ്റിമീറ്റർ നീട്ടിയെടുക്കുന്ന, അപ്പോൾ ആ സർക്കിളിൻ്റെ തുടർച്ചയായി തിരിഞ്ഞു വരും. അപ്പോൾ ഒരു എസ് എന്ന് പറഞ്ഞാൽ 3/4 ഭാഗം വൃത്തം ക്ലോക്ക് വൈസിലും പിന്നെ അടുത്ത 3/4 ഭാഗം വൃത്തം ആൻറ്റി ക്ലോക്ക് വൈസിലും ആയിരിക്കും. യെസ്. ഓരോ സെൻറ്റിമീറ്റർ വികസിപ്പിച്ച് അടുത്തതിൽ നിന്ന് ജോയിൻ്റ് വികസിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ നിന്ന് തന്നെ അതിനൊരു കണ്ടിന്യൂറ്റി കിട്ടണം. തുടർച്ച കിട്ടുന്ന രൂപത്തിലാണ് കൊണ്ടുവരേണ്ടത്. 2 പോയിൻ്റിലായി പോരുതെന്ന്. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് അളക്കുന്നതാണ് നല്ലത്, ആ പോയിൻ്റിൽ നിന്ന് തുടർച്ചയായി കിട്ടുന്ന രൂപത്തിൽ. യെസ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞതാ. ഇപ്പോൾ എസ് അത് പല ലെയറിലായിട്ടാണ് ഉണ്ടാകുക.
ഇനി അതിൻ്റെ അറ്റങ്ങളൊന്ന് യോജിപ്പിക്കണം. അത് ഒന്നട വിട്ട് ചെയ്യേണ്ടതാണ്. സ്കെച്ച് പെന്നായതുകൊണ്ട് സ്കെയിൽ തിരിച്ചാണ് വെക്കുന്നത്. ആ അറ്റം ഒന്ന് പൊങ്ങിക്കിട്ടണം, ഇല്ലെങ്കിൽ നമ്മൾ സ്കെയിൽ എടുക്കുമ്പോൾ അവിടെ മഷി പടരും. യെസ്, ഇവിടെയും അങ്ങനെ തന്നെ. ഒന്ന് ചെയ്ത് ഒന്ന് വിട്ട് ആ രൂപത്തിൽ. യെസ്, അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സർക്കിള് വരക്കാനുള്ളൊരു പരിശീലനവും കൂടിയാണ്. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ്. ബ്ലാക്ക് കൊടുത്താലും നല്ല രസമുണ്ടാകും, ഏതെങ്കിലും ഒരു ഡാർക്ക് കളർ. ഞാനിത് ഒന്നിടവിട്ട് വെള്ളയാണ് കൊടുക്കുന്നത്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് കളർ കൊടുത്താലും അത് നിങ്ങളെ സൗകര്യം പോലെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വക്കിനോട് ചേർത്ത്, ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ബ്രഷ് പെന്നാണ്, ഡോംസിൻ്റെ ബ്രഷ് പെന്നാണ് യൂസ് ചെയ്യുന്നത്. അറ്റത്ത് ബ്രഷുള്ള പെന്നാണ്. യെസ്, മുഴുവൻ ചെയ്തെടുത്താൽ ഇതാ ഈ രൂപത്തിലാണ് ഉണ്ടാകുക. അപ്പോൾ A4 പേപ്പറിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡിസൈനാണ്. അപ്പോൾ ഒഴിവുള്ള സമയത്ത്, പിന്നെ പരീക്ഷേൻ്റെ ആ തിരക്കിനിടയിൽ ഒന്ന് റിലാക്സ് ചെയ്യണമെങ്കിൽ ഇതൊരു 10 മിനിറ്റ് കൊണ്ട് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പരീക്ഷ തിരക്കുള്ളവർ അത് കഴിഞ്ഞിട്ടും സൗകര്യം പോലെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഓക്കെ.